Good afternoon, all. Good afternoon, ma'am. എല്ലാവരും ഒരു അവധിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ. ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതെടുക്കാം. നമ്മൾ എവിടെ വരെയാ എടുത്ത് നിർത്തിയത്? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നമ്മൾ എവിടെ വരെയാ എടുത്ത് നിർത്തിയത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ എലമെന്റ്സ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ആവശ്യം നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് കണ്ടിന്യൂ ചെയ്തോട്ടെ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതായത് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ രോഗിയുടെ അല്ലെ മിക്കവാറും തുടർ ചികിത്സയുടെ പാർട്ട്മെന്നോണാണ് ആ രോഗിയെ മറ്റൊരു ഫെസിലിറ്റി അല്ലെ ഇത്തിരി കൂടി കൂടുതലായിട്ട് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നമ്മളിപ്പോ ഒരു ക്രിട്ടിക്കൽ അല്ലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവരുടെ കണ്ടീഷനിൽ പ്രധാനമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അല്ലെ ഈ രോഗം കൂടുതലാവോ, കൊണ്ടുപോണ സമയത്ത് കൂടുതലാവാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ കൂടിയാണ് കൊണ്ടുപോകേണ്ടത്, പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യസമയത്തിനുള്ളിൽ നമ്മൾ അവിടെ അല്ലെ സ്വീകരിക്കാൻ മതിയായ കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് അല്ലെ. അത് ഡോക്ടറും അവരുടെ റിലേറ്റീവ്സും തമ്മിൽ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ടാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതായത് രോഗിയുടെ അവസ്ഥ, അത് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റിനെയാണ് നമ്മൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട പേഴ്സണെ കുറിച്ചിട്ട് ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ആരോഗ്യനില അല്ലെ അത് സ്റ്റേബിൾ ആക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് കൊണ്ടുപോകേണ്ടത് അല്ലെ. അത് ചിലപ്പോ വഷളായ ഒരു പേഷ്യന്റ് ഒക്കെ ആയിട്ടായിരിക്കും അല്ലെ മതിയായ ഒരു സൗകര്യങ്ങളൊന്നും എന്താ നിലവിലുള്ള ഹോസ്പിറ്റലിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും മറ്റൊരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ആ സമയത്തിലും ആ രോഗിക്ക് ആ ആരോഗ്യനില തരണം ചെയ്യേണ്ട കുറെ ഘടകങ്ങളെല്ലാം അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. എ പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് equilibrium of a patient should be done prior to transfer to prevent any hysterical events or deterioration worsening of the patient's clinical condition. അതായത് ആ രോഗിയുടെ രോഗാവസ്ഥ അല്ലെ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് ഹെസിറ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മെയിൻ ചെയ്യുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെ, പെട്ടെന്ന് എന്തെങ്കിലും ആ രോഗിയെ കൊണ്ടുപോകുന്ന യാത്രക്കിടയിൽ എന്തെങ്കിലും ശ്വാസതടസ്സമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഹേർട്ടിന്റെ HB കൂടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അതിന് ഒരു സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തി തന്നെ കൊണ്ടുവേണം എന്താണ് ആ രോഗിയെ നമ്മൾ മറ്റു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ആണ് പറയുന്നത് പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്താണ് ആ രോഗിക്ക് വേണ്ട, എന്താണ് ആ രോഗിയുടെ രോഗാവസ്ഥ, എന്താണ് അതിന് മുൻകരുതലായിട്ട് ഈ രോഗി അവിടെ എത്തുന്നത് വരേക്കും എന്തെങ്കിലും അല്ലെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി കണ്ടിട്ട് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ഇവര് എടുക്കും അല്ലെ. ഹോസ്പിറ്റലുകാർ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം മാക്സിമം പരിശ്രമിച്ച് ഓരോ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെടുക്കും എന്നുള്ളതാണ്. അപ്പൊ പ്രയോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻഗണന കൊടുത്ത് അല്ലെ ട്രാൻസ്ഫർ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മുൻഗണനയില് രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ വരുമോ എന്നുള്ളത് നേരത്തെ കൂട്ടിയിട്ട് അല്ലെ നമ്മൾ മനസ്സിലാക്കി തന്നെ വെച്ചാൽ അത് ആ ഒരു 3 പേരും അതിനെ പറ്റിയ ഒരു വേടുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വഷളാക്കുക അല്ലെ, രോഗി ചിലപ്പോൾ വഷളായി പോകാൻ സാധ്യതയുണ്ട്.
അതേമാതിരി തന്നെ ഡിറ്റോറിയേഷൻ എന്ന് പറഞ്ഞാൽ അധപതിച്ചു പോവുക, രോഗിയുടെ രോഗാവസ്ഥ താഴേക്ക് ഡൗൺ ആയി പോവുക. റെസിഡ്യൂവൽ ഈവന്റ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെ പെട്ടെന്ന് എന്തെങ്കിലും വരാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം രോഗിക്ക് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ട് വേണം രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. The next sentence നോക്കാം. The patient should be properly reviewed and balanced to the maximum extent possible without the wasting undue time. അപ്പൊ നോക്കാം, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ, രോഗി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയമാണ്. ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന് തന്നെയാണ് അല്ലെ അവർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ രോഗിയുടെ ആരോഗ്യാവസ്ഥ നമ്മൾ സ്റ്റേബിൾ ആക്കി നിലനിർത്താനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതൊക്കെ മുൻകൂട്ടി കാണുന്നത്. അവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒട്ടും സമയം ഡിറ്റോറിയേഷൻ എന്ന് പറഞ്ഞാൽ അധപതിച്ചു പോവുക, അധപതിക്കുക എന്ന് പറഞ്ഞാൽ താഴേക്ക് ഡൗൺ ആയിട്ട് പോവുക എന്നുള്ളത്. രോഗാവസ്ഥ അല്ലെ ഇത്തിരി കൂടി ആരോഗ്യനില താഴേക്ക് പോവുക എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രധാനമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എന്താണ് സമയത്തിന് എടുക്കണം. ഒരിക്കലും എന്താണ് സമയം ഒട്ട് വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല അല്ലെ. നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത് ഓരോന്നും പുനരാലോചിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എപ്പോഴും എന്താണ് കൃത്യമായ സമയത്തായിരിക്കണം. ഒരിക്കലും സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല അല്ലെ. റിവ്യൂഡ് ആൻഡ് ബാലൻസ്ഡ് ടു ദ മാക്സിമം എക്സ്റ്റെന്റ് പോസിബിൾ വിത്തൗട്ട് വേസ്റ്റിംഗ് undue ടൈം. എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുനർചിന്തനം ചെയ്ത് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണം. അവിടെ ഒരിക്കലും സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. In the course of the preparation, patient A, B, C and D, that is airway, breathing, circulation and disability should be examined and any connected curable problems should be rectified. അതായത് ഈ ഒരു സമയം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ അല്ലെ ഒരു നേരായ രീതിയിലൊരു നടപടിക്രമമുണ്ട്. അതായത് ഈ രോഗിയെ പല കാറ്റഗറൈസ് ചെയ്യാനോ, അതായത് രോഗാവസ്ഥ അനുസരിച്ചിട്ട് അല്ലെ ചില പേഷ്യൻസിന് ABCD എന്നുള്ള കാറ്റഗറീസിൽ വരുത്തുകയാണ്. നിങ്ങൾക്കത് പഠിക്കാറുണ്ട്. എന്താണ് എയർവേ എന്നുള്ളത്, ബ്രീത്തിങ് എന്നുള്ളത്, സർക്കുലേഷൻ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പൊ എയർവേ പ്രോബ്ലംസ്, അതായത് ശ്വാസതടസ്സം പോലെയുള്ള പ്രോബ്ലംസ്, അങ്ങനെ അതിൽ പ്രധാനമായിട്ടും ഇതിൽ വിവരിച്ച് പഠിക്കും. അപ്പൊ അങ്ങനെ രോഗിയെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഈ ഓരോരോ പ്രിക്വേഷൻസ് മുൻകരുതലുകൾ ഇവര് രോഗിക്ക് വേണ്ടി എടുക്കുന്നത്. In the course of the preparation, patients A, B, C and D, that is airway, breathing, circulation and disability should be examined and any connected curable problems should be rectified. എന്നുവെച്ചാൽ എന്താണ് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ എന്തെങ്കിലും ക്യൂറബിൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്താൻ പറ്റുന്ന തരത്തില് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് നേരത്തെ കൂടി നമ്മൾ പറഞ്ഞല്ലോ പ്രിവെൻഷൻ എടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. മുൻകരുതലുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഓരോ രോഗിയെയും. അപ്പൊ അവർക്ക് അങ്ങനെ രോഗം വരികയാണെങ്കിൽ അതിനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ അവര് അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികളൊക്കെ എടുക്കുന്നത്. Then എന്താ പറയുന്നത്, ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ യൂസ് ഓഫ് പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ. ഇതില് പ്രധാനമായിട്ട് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ABCD എന്ന കാറ്റഗറൈസ് ചെയ്യുമ്പോഴും അവിടെ എന്താണ് പ്രധാനമായിട്ടും ചെക്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നത്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോം, അതായത് അതിലെല്ലാം അല്ലെ എന്തൊക്കെയാണ് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ, അതായത് ലെറ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ ലെറ്റർ മേടിച്ചിട്ടുണ്ടോ, നഴ്സുമാരുടെ സമ്മറി മേടിച്ചിട്ടുണ്ടോ, മെഡിസിൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും എന്തെങ്കിലും സ്കാനിങ് റിപ്പോർട്ടുകൾ, ടെസ്റ്റിന്റെ റിപ്പോർട്ടുകൾ. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു ഫോർമാറ്റിൽ വരുമ്പോഴെന്താണ് അത് കൃത്യമായിട്ട് തന്നെ എല്ലാം വേഗം ചെക്ക് ചെയ്യും. റിസൾട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ, ഡോക്ടറുടെ റിപ്പോർട്ട് ഉണ്ടോ, നഴ്സിന്റെ റിപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ സ്കാൻ റിപ്പോർട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ. അപ്പൊ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് അത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അത് ഏത് കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ABCDയില് ഏത് കാറ്റഗറീസ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ട് അവരുടെ നടപടിക്രമങ്ങളെല്ലാം അവർക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ആണ്. ആ ഫോർമാറ്റില് ഈ രോഗിയെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ടാവും.
അത് ഓൾറെഡി ഓരോന്നും ഒപ്പിച്ച് വെക്കും അല്ലെ. അത് ഓൾറെഡി ഓരോന്ന് ഫില്ല് ചെയ്ത് ഓരോ ഭാഗങ്ങളിലും അനുസൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ABCD എന്ന കാറ്റഗറൈസ് ചെയ്ത പേഷ്യൻസിന് വേണ്ട കാര്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വെച്ച് നോക്കിയോ? അയച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നമുക്ക് നോക്കാം. എന്താണ് എയർവേ അല്ലെ? ഫസ്റ്റ് നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എയർവേ ആണ് വരുന്നത്. അതായത് വായു അല്ലെ, വായു സഞ്ചാരം അവർക്ക് നേരാവണ്ണം ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, നമുക്കറിയാം ജീവന്റെ നിലനിൽപ്പ് തന്നെ വായുവിൽ അല്ലെ, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ എടുക്കാൻ എന്തെങ്കിലും തടസ്സമുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ്, അതിന് മുൻകരുതൽ നടപടികൾ എടുത്തിട്ട് കൊണ്ട് തന്നെ വേണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെ. ശരിയല്ലേ? എന്തെങ്കിലും നടപടി ചിലവരെയൊക്കെ നമ്മള് ഓക്സിജൻ സിലിണ്ടറും സംഭവങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൊടുത്തിട്ടൊക്കെ തന്നെ കൊണ്ടുപോകുന്ന കാണാറില്ലേ? ട്രാൻസ്ഫർ ചെയ്യുമ്പോ അപ്പൊ അതിന് അല്ലെ പ്രധാനമായിട്ടും ശ്വാസതടസ്സം ഉണ്ടാകാൻ ചാൻസ് ഉള്ള വ്യക്തികൾക്ക് എൻഡോട്രാക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത് ഇതാണ്. ETT അല്ലെ, ആ ഒരു ട്യൂബ് ിലൂടെ നമുക്കറിയാം സാധാരണ രീതിയിൽ ശ്വാസതടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അങ്ങനെ തടസ്സമുള്ള പേഷ്യൻസിന് എൻഡോട്രാക്കിയൽ ട്യൂബ് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കറക്റ്റ് ആയിട്ട് ഈ ഓക്സിജൻ അല്ലെ അതിന്റെ അളവും വലിച്ചെടുക്കേണ്ട ഓക്സിജന്റെ അളവും പുറത്തുവിടേണ്ട കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും തമ്മിലൊക്കെ വേരിയേഷൻസ് ഒക്കെ അല്ലെ, അത് കറക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത് ചിലർക്കെങ്കിലും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മതിയായ അളവിൽ തന്നെ അത് നിലനിർത്താനായിട്ട് സാധിക്കാത്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ്, അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്യൂബ്, അത് അതിന്റെ പേരാണ് എൻഡോട്രാക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് തന്നെ അത് വായുവിലൂടെ തന്നെ അല്ലെങ്കിൽ മൂക്കിലൂടെയോ ഏത് രീതിയിലാണെങ്കിലും അത് അകത്തേക്ക് അല്ലെ നമുക്ക് ശ്വാസം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്ലേസിലേക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. അതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത് എയർവേ എന്നുള്ളത്. ദ പേഷ്യൻസ് വിത്ത് പോസിബിലിറ്റി ഓഫ് എയർവേ കോംപ്രമൈസ് ഇൻ ദ കോഴ്സ് ഓഫ് എ ട്രാൻസ്ഫർ ഷുഡ് ബി എലക്ടീവ്ലി ഇൻറ്റുബേറ്റഡ് വിത്ത് എൻഡോട്രാക്കിയൽ ട്യൂബ്. അതായത് ഈ ഒരു ട്യൂബിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർക്ക് കൃത്യമായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരാൻ ചാൻസ് ഉള്ള രോഗികൾക്കാണ് ഈ ഒരു ശ്വാസതടസ്സം വരാൻ ചാൻസ് ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് എൻഡോട്രാക്കിയൽ ട്യൂബ് അവര് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഫിറ്റ് ചെയ്യുന്നത്. വിത്ത് എ കഫ് വിച്ച് ഷുഡ് ബി ഫിക്സഡ് പ്രോപ്പർലി ആഫ്റ്റർ വെരിഫൈങ് ഇറ്റ്സ് എക്സാക്ട് പൊസിഷൻ. അതായത് അതിന്റെ വായുവാണ് ആ ഒരു ട്യൂബിനെ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതായത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കടത്തി വിടുമ്പോൾ അതിലൂടെ തന്നെ അവർ ശ്വാസം കൃത്യമായിട്ട് തന്നെ വലിച്ചെടുക്കുന്നു. അത് കൃത്യമായ പൊസിഷനിൽ തന്നെയാണോ അത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Some patients need a properly placed നാസോഗാസ്ട്രിക് ട്യൂബ്. ഈ ട്യൂബുകളുടെ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട ETT ഫുൾ ഫോം ഒക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ അത് കൃത്യമായിട്ട് എൻഡോട്രാക്കിയൽ ട്യൂബ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്വാസം അല്ലെ, ശ്വാസതടസ്സമുള്ളവർക്ക് ഫിറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നാസോഗാസ്ട്രിക് ട്യൂബ്. എന്താണ് നാസോഗാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത്? നമുക്ക് മതിയായ വേണ്ട ഭക്ഷണവും മരുന്നും നോസിലൂടെ നമുക്ക് മതിയായ വണ്ണം ഭക്ഷണം കഴിക്കാനോ മരുന്നൊന്നും കഴിക്കാൻ പറ്റാത്ത പേഴ്സൺസിനെ നോസിലൂടെ ഫിറ്റ് ചെയ്യുന്ന ഒരു ട്യൂബാണ് നാസോഗാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത്. ഈ നാസോഗാസ്ട്രിക് ട്യൂബിലൂടെ കറക്റ്റ് ആയിട്ട് നമുക്കറിയാലോ ലിക്വിഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ട്യൂബിലൂടെ ഭക്ഷണവും
മെഡിസിൻ ഒക്കെ കൊടുക്കുന്നത് അത് നേരെ അല്ലെ നമ്മുടെ സ്tomachലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ സം പേഷ്യൻസിൽ അവർക്ക് നേരാവണ്ണം ഭക്ഷണവും മരുന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അങ്ങനെ എന്താണ് പറയുന്നത്, പ്രിവെന്റ് എസ്പിരേഷൻ ഓഫ് ഗാസ്ട്രിക് കണ്ടന്റ് ഡ്യൂറിങ് ട്രാൻസ്ഫർ. അത് മതിയായ രീതിയിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. ഇത് കൃത്യമായ രീതിയിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. ഗാസ്ട്രിക് കണ്ടന്റ്സ് എന്ന് പറയുന്നത് എന്താ, അതൊരു ഗുരുത്വാകർഷണ ബലത്തിന്റെ രീതിയിലാണോ മൂക്കിലൂടെ ആ കുഴല് കിടത്തി വിടുമ്പോൾ സാധാരണ എന്താണ് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നേരെ താഴേക്ക് പോകുക, ഒരു ഗുരുത്വാകർഷണ ബലത്തിന്റെ ബേസിലാണ് അത് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Some patients need a properly placed nasogastric tube in order to prevent aspiration of gastric content during transfer. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് ഇടേണ്ടത് അല്ലെ, സ്ഥാപിക്കേണ്ടത്. അത് കൃത്യതയല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരും. അപ്പൊ അതും ശ്രദ്ധയോടുകൂടി നോക്കണം. എന്താണ്, 2 ട്യൂബിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് ശ്വാസതടസ്സമുള്ളത്, മറ്റൊന്ന് മെഡിസിനും ഫുഡും ഒക്കെ ലിക്വിഡ് രൂപത്തില് നാസോഗാസ്ട്രിക് ട്യൂബ് വഴിയാണ് കൊടുക്കണമെങ്കിൽ ആ 2 ട്യൂബും മതിയായ രീതിയിൽ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. എന്താണ്, ദ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ മേ ബി നീഡഡ് ഇൻ സം ട്രോമ പേഷ്യൻസ്. ചില പേഷ്യൻസിന് അല്ലെ നട്ടലിന് എന്തെങ്കിലും ആഘാതമൊക്കെ ഏറ്റിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് സ്പൈനൽ അതിന്റെ നട്ടലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അതും കൃത്യമായിട്ടുള്ള പൊസിഷനിലാണോ സ്ഥാപിച്ചിരിക്കുന്നത് എന്നും നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ 3 കാര്യം നമ്മൾ മനസ്സിലാക്കാം. എയർവേ രീതിയിലുള്ള പ്രോബ്ലംസ്, അതായത് ചില പേഷ്യൻസിന് ഭക്ഷണത്തിന്റെ കാര്യത്തിന് എന്താണ് നാസോഗാസ്ട്രിക് ട്യൂബ് ഫിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. വായു കൃത്യമായ രീതിയിൽ ശ്വാസം എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് എൻഡോട്രാക്കൽ ട്യൂബ് ഫിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. then സ്പൈനൽ ഇഞ്ചുറീസ് സംഭവിച്ചിരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്കും എന്താണ് സ്പൈൻ സ്റ്റെബിലൈസേഷന് വേണ്ടി സെർവിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് അല്ലെ നട്ടലിനോട് ചേർന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. അത് 3ഉം കൃത്യമായിട്ടുള്ള പ്ലേസിൽ തന്നെയാണോ സ്ഥാപിച്ചതെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ 3 പോയിന്റ്സും നോട്ട് ചെയ്ത് പോവുക. എൻഡോട്രാക്കൽ ട്യൂബ്, അതേമാതിരി നാസോഗാസ്ട്രിക്, സെർവിക്കൽ സ്പൈനൽ സ്റ്റെബിലൈസേഷൻ. എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ബ്രീത്തിങ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ്, വെന്റിലേഷൻ ഷുഡ് ബി സഫീഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത് ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ arterial blood gas values in the suspected pneumothorax. Chest drain should be installed before transfer, especially before air transport. അതായത് നമ്മൾക്ക് അറിയാം അല്ലെ, ചില ഇതുകളുണ്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് വായുവിന്റെ ഇത് നമ്മൾ പറഞ്ഞ മാത്രം തന്നെ നല്ല ഇതുകളും ഉണ്ട് അല്ലെ. നമുക്ക് എയർട്രൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് പറയും. അതായത് കൃത്യമായിട്ട് തന്നെ ഈ ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലരെ ചെക്ക് ചെയ്യണ കണ്ടിട്ടുണ്ടോ? ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ഓക്സിജൻ ഇവർക്ക് കറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് കൃത്യമായിട്ട് പുറന്തള്ളാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഉള്ളതിൽ നമ്മൾ അവർക്ക് നോർമലി ഇൻക്യുബേറ്റഡ് ആയിട്ട് അവർക്ക് ആ ഒരു ട്യൂബ് കൊടുത്തേക്കാണ് അല്ലെ. ഇവിടെ എന്താണ് ABG അനാലിസിസ്. ഓക്കെ, ABG അനാലിസിസ് എന്ന് പറയുന്നത് അതാണ്. ABG അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന്റെ മുന്നിലും അണ്ടർലൈൻ ചെയ്യുക, അതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക. ആർട്രിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്, ഇതാണ് ABG. ഓക്കെ, നോട്ട് ചെയ്തോ? ABG ആണ്, അതിന്റെ ഫുൾ ഫോം ആണ് ആർട്രിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. അതാണ് ഞാനിപ്പോ പറഞ്ഞ ഓക്സിജന്റെ അളവ് അല്ലെ, മതിയായ രീതിയിൽ തന്നെ ഓക്സിജന്റെയും അതേമാതിരി തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന അളവും ഒരു കൃത്യമായ കോമ്പിനേഷൻ ഉണ്ട്. ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഏതൊരു അല്ലെ. അത് കറക്റ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താണ് ഓക്സിമീറ്റർ ഒക്കെ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്ത് അനുസരിച്ചിട്ട് അവർക്ക് അത് അനുസരിച്ചിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു സഫിഷ്യൻസി, ആ ഒരു ഓക്സിജന്റെ ആ മതിയായ അളവ് ശരീരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവരുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒപ്പം എന്താണ് അവിടെ പറയാണ്, ഇൻ ദ സസ്പെക്ടഡ് ന്യൂമോത്രാക്സ് ചെസ്റ്റ് ട്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ. അതായത് നമുക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ന്യൂറോ എന്ന് പറയുന്നത് എന്തെങ്കിലും പെയിൻ അല്ലെ, ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് അല്ലെ.
ആ ഒരു കാര്യം കൂടി അതും കൂടി കൃത്യമായിട്ട് തന്നെ സ്ഥാപിച്ചിട്ട് വേണം ഈ ഒരു വ്യക്തിയെ അങ്ങോട്ടേക്ക് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം, ഈ ഒരു ജസ്റ്റ് 2 പോയിന്റ് കൂടി പറഞ്ഞു. അവരുടെ കൃത്യമായിട്ടുള്ള ഓക്സിജന്റെ അളവ് മതിയായ രീതിയിൽ തന്നെ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ചെസ്റ്റ് ട്രെയിനിങ് കൂടി അവർക്ക് മതിയായ രീതിയിൽ സ്ഥാപിച്ചിട്ട് വേണം ഇത്തരം പേഷ്യൻസിനെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ടെസ്റ്റ് വായിച്ചു നോക്കാം. ഇതിന്റെ ആ ഒരു ചെസ്റ്റ് ട്രെയിൻ എന്നുള്ള ആ ഒരു സംവിധാനം എന്തിനാ ഇൻസ്റ്റാൾ ചെയ്യണേ എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കാം. അതായത് വായു, രക്തം, ദ്രാവകം മുതലായവ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതിൽ എന്തെങ്കിലും കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മതിയായ രീതിയിൽ നമുക്ക് ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ. അത് ശുചീകരിച്ച് തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമാണ്. അപ്പൊ എന്തെങ്കിലും നീർക്കെട്ട് എന്ന് പറയില്ലേ, നമ്മൾ ചിലപ്പോഴൊക്കെ പറയില്ലേ, നമ്മള് സിസ്റ്റമോട് ചേർന്ന് എന്തെങ്കിലും നീർക്കെട്ടുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിന് പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് കൈകാര്യം ചെയ്യാനായിട്ട്, അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു ഫ്ലോറൽ ഭാഗം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണമാണ് ചെസ്റ്റ് ട്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചെസ്റ്റ് ട്രെയിൻ എന്താണ്? വായു, രക്തം അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രാവകങ്ങള് അത് കെട്ടിക്കിടക്കുമ്പോൾ നീർക്കെട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ നീക്കം ചെയ്യുന്ന ഒരു ഫ്ലോറൽ സ്പേസ് സ്ഥാപിക്കുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, ചെസ്റ്റ് ട്രെയിൻ എന്നുള്ളത്. അത് ശസ്ത്രക്രിയ ട്രെയിൻ തന്നെയാണ് ചെസ്റ്റ് ട്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശസ്ത്രക്രിയയിലൂടെയാണ് ആ ട്രെയിൻ സംവിധാനം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ ന്യൂമോത്രാക്സിന്റെ കാര്യവും അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് തന്നെ നോക്കാം. ന്യൂമോത്രോംസ് അല്ലെ, ന്യൂമോത്രാക്സ് എന്ന് പറയുന്നതും ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നതും ശ്വാസകോശത്തിന്റെ അല്ലെ, അതില് മെഷീൻ തന്നെയാണ് ശ്വാസകോശത്തിന്റെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ അതേമാതിരി തന്നെ ചെസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ഇത് ദ്രാവകങ്ങൾ എന്തെങ്കിലും അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു നീക്കാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലെ മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് സ്ഥാപിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, മറ്റേത് ശ്വാസകോശത്തോടൊപ്പം തന്നെ സ്ഥാപിക്കുകയാണെങ്കിൽ ചെസ്റ്റിനോട് ചേർന്നാണ് സ്ഥാപിക്കുന്നത്. ദെൻ എന്താണ് സർക്കുലേഷൻ എന്നുള്ളത്? സർക്കുലേഷൻ എന്നുള്ളത് നോക്കാം. ദ പേഷ്യന്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 wide for intravenous working canals in placed before shifting. അതായത് നമ്മളിപ്പോ ഓരോ പേഷ്യൻസിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെയാണ് നമ്മൾ വെരിഫൈ ചെയ്ത് ഓരോ കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ കണ്ടായിരുന്നു, ചിലർ ഫുഡ് കൊടുക്കാനായിട്ട് വേണ്ടി വരും നാസോഗ്യാസ്ട്രിക്കും സംഭവങ്ങളൊക്കെ. ചിലർക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള അല്ലെ അത് നീർക്കെട്ടും ദ്രാവങ്ങൾ അടിഞ്ഞിട്ട് അവർക്ക് നേരാവണ്ണം ഹൃദയ അല്ലെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്തത് കൊണ്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന് എന്താണ്, അവർക്ക് അല്ലെ ഞരമ്പിൽ എപ്പോഴും മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. ഞരമ്പിലൂടെ തന്നെ മെഡിസിൻസ് ഒക്കെ സമയാസമയത്ത് തന്നെ ചിലപ്പോൾ വ്യക്തികൾക്ക് കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, അവർക്ക് എന്താണ്, ദ പേഷ്യൻസ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 wide bore ഇൻട്രാവിനസ് വർക്കിംഗ്. അതായത് നമ്മളിങ്ങനെ മെഡിസിൻസ് ഒക്കെ പുഷ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടുള്ള അല്ലെ ഞരമ്പിലൂടെ തന്നെ കയറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കനാൽസ് അല്ലെ, കനാൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു കൊച്ചുകുട്ടികൾ മുതലേ ഇതിന്റെ ആ ഒരു വെയിനിൽ തന്നെയാണ് മെഡിസിൻസ് കയറ്റി വിടാനായിട്ട് ഘടിപ്പിക്കുക. അതായത് നമുക്കറിയാം, ടൈം ടു ടൈമിൽ കൊടുക്കേണ്ടി വരുമ്പോൾ ഓരോ പ്രാവശ്യം വന്ന് ഇൻജെക്ട് ചെയ്യുന്നതിന് പകരമാണ് ഈ ഒരു കനാൽസ് ഫിറ്റ് ചെയ്യുന്നത് അല്ലെ. അത് 2 എണ്ണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റൊന്നിലൂടെ കൊടുക്കാനായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ദ പേഷ്യൻസ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 wide bore intravenous working canals in place before shifting. External hemorrhage, if any, should be regulated, controlled, and any shock should be treated with the intravenous fluids and oral vasopressors.
അതായത് നമ്മൾ ഈ ഒരു ഇതിലൂടെ നമ്മൾ പറഞ്ഞു എപ്പോഴും മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അല്ലെ രക്തം കട്ട പിടിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എപ്പോഴും അത് ശ്രദ്ധിക്കണം അല്ലെ. ഇഫ് എനി ഷുഡ് ബി റെഗുലേറ്റഡ് കൺട്രോൾ, അത് കൺട്രോൾ ചെയ്തിട്ട് വേണം. നമുക്കറിയാം അതിലൂടെ പിന്നെ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആവും. അതുകൊണ്ട് തന്നെ 2 എണ്ണം മുൻകൂട്ടി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ എനി ഷോക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ്, അതായത് ഇതിലൂടെ അല്ലെ ഈ ഒരു ഞരമ്പിലൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഷോക്ക് ട്രീറ്റ്മെന്റിന് ഭാഗമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാസോപ്രസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് തന്നെയാണ് കുഴലുകൾ, ഞരമ്പുകൾ അല്ലെ, സിരകൾ എന്നൊക്കെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ആ കുഴലിലൂടെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 തരത്തില് എന്താ പറയണ, ഒന്നിനും എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുകയാണെങ്കിലോ എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് തന്നെ 2 ഇൻട്രാവെനസ് കനാൽസ് അല്ലെ ഇൻട്രാവെനസ് വർക്കിംഗ് കനാൽസ് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. The availability of a cross-matched blood may be needed in the course of the transport. അതായത് വീണ്ടും മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എന്തെങ്കിലും അല്ലെ ബ്ലഡിന്റെ ആവശ്യകത വരികയാണെങ്കിൽ, പോകുന്ന സമയത്ത് തന്നെ ബ്ലഡിന്റെ ആവശ്യകത ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് കയറ്റേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ മാച്ച് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്, മാച്ച് ആയിട്ടുള്ള ബ്ലഡും കൂടി കണ്ടെത്തി വെക്കേണ്ടതുണ്ട്. The availability of a cross-matched blood may be needed in the course of a transport. ട്രാൻസ്പോർട്ടിനോടൊപ്പം തന്നെ എന്തെങ്കിലും ബ്ലഡിന്റെ ആവശ്യകതയുണ്ടെങ്കിലോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് കരുതി വെക്കേണ്ടതുണ്ട്. അപ്പൊ 3 പോയിന്റ് നമ്മുടെ കഴിഞ്ഞു. എയർവേസ്, ബ്രീത്തിങ്, സർക്കുലേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. കണ്ടിന്യൂ ചെയ്യാലോ. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് അല്ലേ സർക്കുലേഷനിൽ വന്നത്. ഓക്കെ, ഇനി അത് എന്താണ് നോക്കാം. പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറീസ് ഷുഡ് ഹാവ് their ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അതായത് അതും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് ബോധാവസ്ഥ, ചില പേഷ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇഞ്ചുറീസ്, അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട് ബോധാവസ്ഥ അല്ലെ, ബോധം നഷ്ടപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എത്രത്തോളം ബോധമുണ്ട് എന്നുള്ളത് ആ ഒരു സ്കെയിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ബോധാവസ്ഥ മനസ്സിലാക്കുന്ന സ്കെയിലിന്റെ പേരാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്നുള്ളത്. ഓക്കെ, കോൺഷ്യസ്നെസ്, അതായത് ബോധനില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ. Then adequately monitored and recorded in document before and in the course of a transfer and before the administration of any sedative or paralytic agent. നമുക്കറിയാം ഈ ബോധാവസ്ഥ മനസ്സിലാക്കി ചില പേഷ്യൻസിനൊക്കെ ഈ ഒരു സ്കെയിലിൽ വെച്ച് അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയൊക്കെ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരതനുസരിച്ചിട്ടുള്ള സെഡേറ്റീവ് മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കുന്നത്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം അത് അറേഞ്ച് ചെയ്യാം. ഒപ്പം തന്നെ അതിനനുസരിച്ച് കൊടുക്കേണ്ട മെഡിസിൻസ് സെഡേറ്റീവ് ആയിട്ട് അല്ലെ, മയങ്ങി കിടക്കുന്നതോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട എന്തെങ്കിലും മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവര് കരുതി വെക്കണമെന്നും. ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിൽ എന്താ പറയുന്നത്, നമുക്കറിയാം ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അല്ലെ എന്തെങ്കിലും അസ്വസ്ഥതകളാണ് അല്ലെ, എന്തെങ്കിലും വൈകല്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഞരമ്പുമായി ബന്ധപ്പെട്ട അല്ലെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഞരമ്പിലൊക്കെ അബോധാവസ്ഥയൊക്കെ വരുന്നത് എങ്ങനെയാണ്, ഞരമ്പില് പ്രോബ്ലംസ് സംഭവിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു സ്കെയില് വെച്ച് അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള സെഡേറ്റീവ് ആയിട്ടുള്ള ഏജൻസി ഒക്കെ കൊടുക്കാനായിട്ട്, ആ മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് മുൻകരുതൽ എടുക്കാമെന്നുള്ളത്. Then എന്താണ്, the patient should be protected from a cold by providing suitable blankets. Apart from the above pre-transfer checklist, on the day transfer itself, all basic investigation should be performed to reflect the present condition of the patient. അതായത് എപ്പോഴും നമ്മളിങ്ങനെ ചെക്ക് ലിസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ടാണോ ഓരോ വ്യക്തിക്കും എന്തൊക്കെയാണ് ആവശ്യകതകളെന്ന് തിരിച്ചറിഞ്ഞ് ഓരോന്നും മാർക്ക് ചെയ്ത് ഓക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ ടൈമില് ചിലപ്പോൾ ഡിസിഷൻ എടുക്കുന്ന സമയത്തിനുള്ളിലൊക്കെ ആയിരിക്കും അവരെ ചെക്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് ഓരോന്നും അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ കോൾഡ് അല്ലെ, തണുപ്പ് സഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ അവർക്ക് യൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും അത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പറയുന്നത്. എന്താ, ഓൾ ദ ഡേ ട്രാൻസ്ഫർ ഇറ്റ്സെൽഫ് ഓൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേ ആണെങ്കിൽ ആ ഡേയിൽ തന്നെ എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പരിശോധനകളെല്ലാം മനസ്സിലാക്കി
എന്താണ് ആ പ്രസന്റ് കണ്ടീഷൻ അല്ലെ, ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതെല്ലാം അത് നോട്ട് ചെയ്തിട്ട് വേണം ഈ രോഗിയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. On the day transfer itself, all basic investigation should be performed to reflect the present condition of the patient. Okay, just വായിച്ചു നോക്കുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. നമ്മളപ്പോ ആദ്യം ഡിസിഷൻ എന്താണെന്നുള്ളത് എടുത്തു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്കൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും അല്ലെ, ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിവെൻഷൻ എടുക്കണം എന്നുള്ള കാര്യം കണ്ടു. ഇനി നമുക്ക് ഏത് രീതിയിലാണ് ഈ വ്യക്തിയെ കൊണ്ടുപോകേണ്ടത്, അതായത് ഏത് അല്ലെ, ലാൻഡ് ട്രാൻസ്പോർട്ട് വേണോ, എയർ ട്രാൻസ്പോർട്ട് വേണോ, ഏത് രീതിയിൽ റോഡ് മാർഗം ഉപയോഗിക്കണോ, അങ്ങനെയുള്ള കാര്യം ചിന്തിക്കണം അല്ലെ. അത് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട പേഷ്യൻസ് ആണ് അല്ലെ, ഒരു ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വ്യക്തമായിട്ട് തന്നെ ചിന്തിക്കേണ്ടി വരും അല്ലെ. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. The two most commonly employed method of transfer of patient are ground transport by including ambulance and mobile intensive care unit. ഇപ്പൊ പ്രധാനമായിട്ടും അതിന്റെ എയർ ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡിങ് ഹെലികോപ്റ്റർ ഓർ എയറോപ്ലെയിൻ ആംബുലൻസ്. സാധാരണ രീതിയിൽ നമ്മൾ കാണാറുള്ള ഒരു ട്രാൻസ്പോർട്ട് അല്ലെ, രോഗിയെ മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന രണ്ട് ട്രാൻസ്പോർട്ട് രീതികളാണ്. ഒന്ന് റോഡ് മാർഗം, അതേമാതിരി തന്നെ വായുമാർഗം അല്ലെ, വിമാനമോ ഹെലികോപ്റ്റർ ഒക്കെ വഴിയായിട്ട് രോഗിയെ എത്തിക്കുന്നതാണ്. അതിൽ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക, എന്താണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പഠിക്കാനുണ്ട് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താന്നുള്ളതൊക്കെ വിവരിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, റോഡ് മാർഗത്തിൽ 2-3 രീതികളുണ്ട്. അതിൽ വരുന്നതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, പിന്നെ MICU, അതായത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ട് ആവാം രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് എത്തിക്കാനായിട്ട്. അതല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് അല്ലെ, വിമാനമാർഗം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് എത്തിക്കുന്ന ഒരു രീതി. അങ്ങനെ 2 രീതികളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടു 3 പോയിന്റ്സ് ആണ് വരുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, then MICU. നമ്മളും ചിലപ്പോഴൊക്കെ റോഡ് മുഖേന ആംബുലൻസുകളൊക്കെ പോകുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് അല്ലെ. അവര് പെട്ടെന്ന് തന്നെ നമുക്കറിയാം എല്ലാം സജ്ജീകൃതമായിട്ട് ചിലപ്പോ ഭയങ്കര സ്പീഡിൽ പോകും. ചിലരുടെ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് എന്താണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണോ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഒക്കെ ആണോ ഇതിലൂടെ കടന്നുപോയെന്നുള്ള കാര്യം ശ്രദ്ധിക്കില്ല അല്ലെ. അതിനെന്താ പ്രത്യേകത, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പല ആംബുലൻസുകളുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചിലതില് എന്താണ് പേഷ്യന്റിനോടൊപ്പം ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് കാര്യങ്ങളല്ലേ, എന്തെങ്കിലും പെട്ടെന്ന് വരുന്ന അർജൻസി കേസുകളൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങളും സംഭവങ്ങളും അല്ലെ, എക്യുപ്മെന്റ്സും കാര്യങ്ങളും സ്റ്റാഫുകളൊക്കെ ഉണ്ടാകും. മറ്റു ചിലതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് ഇത്രയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചും കൂടി MICU പോലെയുള്ളതൊക്കെ ആണെങ്കിൽ അതിൽ സ്പെഷ്യലിസ്റ്റ് അടക്കം അല്ലെ ആ ഒരു ട്രാൻസ്പോർട്ട് അതായത് ആംബുലൻസിൽ കൂടെ പോകുന്നുണ്ടാവും എന്ത് മറ്റ് പ്ലേസിലേക്ക്, അതായത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പ്ലേസിലേക്ക്. അപ്പൊ 3 തരത്തിലുള്ള ആംബുലൻസിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണ്, അത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ഉള്ള പേഷ്യന്റ് ആണോ എന്നതിനെ ആശ്രയിച്ചാണ്. എന്താണ് ലൈഫ് ത്രെട്ടനിങ് പേഷ്യൻസ് എന്നൊക്കെ പറയുന്നത്? അതായത് എന്തെങ്കിലും അപകടാവസ്ഥയിലോ അല്ലെ, നമുക്കറിയാം ലൈഫ് ത്രെട്ടനിങ് പേഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ. വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? .
അത് ഇത്തിരി കൂടി അല്ലെ ജീവൻ അത്രപ്പെടുത്ത് അപകടത്തിലാകുന്ന സ്റ്റേജിലുള്ള പേഷ്യൻസ് അല്ല, ഒരു പക്ഷെ ഇത്തിരി ഫെസിലിറ്റീസ് ഇത്തിരി കൂടി ഉള്ള ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഇത്തിരി ഡയഗ്നോസിസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ചിലപ്പോൾ ആംബുലൻസ് മാർഗെ കൊണ്ടുപോകുന്നത്. കുറച്ചും കൂടിയും എന്താണ് ഇച്ചിരി കൂടിയും അപകടാവസ്ഥയിലുള്ള പേഷ്യൻസ് അല്ലെ, ലൈഫിന് ഭീഷണിയാവുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരോടൊപ്പം പോകുമ്പോൾ അവർക്ക് സ്റ്റാഫും മതിയായ സ്റ്റാഫും ഉപകരണങ്ങളെല്ലാം കൂടി ആയിട്ടായിരിക്കും ആ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു സെന്റൻസ് ഒരു ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. ബേസിക് ലൈഫ് സപ്പോർട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ആംബുലൻസ് സർവീസുകളാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ, അതായത് റോഡ് മാർഗം ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. These ambulances are conditioned with the adequate staff and monitoring devices to shift patients without life-threatening conditions, and these can only provide basic life support services. അതായത് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണെങ്കിൽ പേഷ്യന്റ് വലിയ അപകടാവസ്ഥയിലുള്ള കണ്ടീഷനിലുള്ള രീതിയായിട്ടല്ല ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്? ദീസ് ക്യാൻ ഓൺലി പ്രൊവൈഡ് ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസസ്. അതായത് മതിയായ ഒരു എന്താ പറയുക ഓക്സിജന്റെ സിലിണ്ടറോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ മതിയായ ജീവനക്കാർ, അതായത് ഡ്രൈവറും അല്ലെ അതിനോടൊപ്പം തന്നെയുള്ള സ്റ്റാഫും അവരോടൊപ്പം ആംബുലൻസിനോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ പ്രത്യേകത വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനിലുള്ള പേഷ്യന്റ് ആണ് അതിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? അത് മാത്രമല്ല അവർക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. പ്രധാനമായിട്ടുള്ള ആ ഒരു ചെറിയ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് എന്താണ്? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ എന്താ പ്രത്യേകത? ദീസ് ആംബുലൻസസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ് ലൈക്ക് endotracheal intubation, cardiac monitoring, defibrillation administration of intravenous fluids or vasopressors. Then എന്താണ്? There are adequately staffed and made ready for shifting patients with the life threatening conditions. അതായത് ഇതില് അല്ലെ ഈ ഒരു ആംബുലൻസിന്റെ സേവനങ്ങളിൽ പല കാര്യങ്ങളും പെടുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡ്സ് അല്ലെ ഇൻട്രാവീനിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞരമ്പിലൂടെ കൊടുക്കേണ്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആരോഗ്യോടൊപ്പം തന്നെ ഘടിപ്പിച്ചിട്ട് നമ്മൾ കണ്ടായിരുന്നു 1-2 കനാൽസ് അല്ലേ, അത് മെഡിസിൻസോ ഫുഡോ എന്തെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട് അത് നേരത്തെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എന്താണ് അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ടുള്ള അല്ലെ സ്റ്റാഫ് മതിയായ സ്റ്റാഫ് അതിനോടൊപ്പം ഉണ്ടാവും എന്നാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത്. അപ്പൊ അതിനുള്ള സൗകര്യം അതിൽ ചെയ്യുന്നുണ്ട്. ഡിഫിബ്രിലേഷൻ അല്ലെ, ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നത് എന്താണോ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നോക്കാം. ദീസ് ആംബുലൻസസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസ് ലൈക്ക് എൻഡോട്രാക്കൽ ഇൻറ്റുബേഷൻ. നേരത്തെ പഠിപ്പിച്ചു അല്ലെ. എൻഡോട്രാക്കൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓർക്കുന്നുണ്ടോ? എന്താണ് അതിന്റെ ഷോർട്ട് ഫോം? എൻഡോട്രാക്കൽ ഇൻറ്റുബേഷൻ എന്താന്നുള്ളത് ETT. ഓക്കെ, നമ്മള് ജസ്റ്റ് പറഞ്ഞായിരുന്നു അല്ലെ. എൻഡോട്രാക്കൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, എയർവേ. ഓക്കെ, ഗുഡ്. അപ്പൊ അത് വീണ്ടും പറയേണ്ടതില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? എൻഡോട്രാക്കൽ ഇൻറ്റുബേഷൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഉള്ളത് കാർഡിയാക് മോണിറ്ററിംഗ്. കാർഡിയാക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ആ ഒരു പ്രവർത്തനം. ഓക്കെ, ഡിഫിക്കൽട്ട് ബ്രീത്ത് ഉള്ളവർക്ക് നമ്മൾ എൻഡോട്രാക്കൽ ട്യൂബ് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ. നെക്സ്റ്റ് എന്താണ്? കാർഡിയാക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ECG പോലെയുള്ള കാര്യങ്ങൾ അല്ലെ. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ടാണോ എന്നുള്ളത് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മോണിറ്ററിംഗ് അല്ലെ, അത് മോണിറ്റർ ചെയ്തിട്ടുണ്ടാവും. അത് ആ ഒരു ആംബുലൻസിനോടൊപ്പം ഉണ്ടാകും. ദെൻ ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? പെട്ടെന്ന് നമ്മള് CPR കൊടുക്കൂലേ. CPR എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഹേർട്ട് റേറ്റ്. ഓക്കെ, അതായത് നമുക്ക് ശ്വാസം അല്ലെ പെട്ടെന്ന് നിലച്ചു പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, കാർഡിയാക് സപ്പോർട്ട്, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന CPR. അതിന് പകരം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കിന്റെ സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. അതായത് അത് ആ ഒരു തേപ്പൂട്ടിയുടെ പോലത്തെ ഒരു സംഭവമാണ്. അത് സാധാരണ ഞരമ്പിലേക്ക് ഹൃദയത്തിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഞരമ്പുകൾ പെട്ടെന്ന് ഷോക്ക് മൂലം പെട്ടെന്ന് ജഗിൾ ചെയ്ത് അല്ലെ ജെർക്ക് ചെയ്ത് അവര് ശ്വാസം എടുക്കാനായിട്ട് തുടങ്ങും.
പിന്നെ നെക്സ്റ്റ് അല്ലെ ഡോക്ടർ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അതിനനുബന്ധമായ മെഡിസിൻ ഒക്കെ കൊടുത്ത് രോഗിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ എന്താണ് നമ്മുടെ സ്പന്ദന നിരക്ക് നിലച്ചു പോകുന്ന അവസ്ഥയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മെഷീൻസ് ഒക്കെ ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ കണ്ട് നമ്മള് ദീസ് ആംബുലൻസസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ് ലൈക്ക് endotracheal intubation, then cardiac monitoring, then defibrillation, administration of intravenous fluids or vasopressors. അതായത് എന്തെങ്കിലും മെഡിസിൻസ് അല്ലെ നമ്മൾ കണ്ടുവരുന്ന എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഞരമ്പിലൂടെ തന്നെയാണ് ആ മെഡിസിൻസ് ഒക്കെ അല്ലെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് അത് വികസിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ അതിലൂടെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ആ മെഡിസിൻസ് ഒക്കെ രോഗിക്ക് എത്തിപ്പെടാനും അതനുസരിച്ചിട്ട് രോഗാവസ്ഥയിൽ തരണം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മൾ കണ്ടിരുന്നു എന്താണ് ഇൻട്രാവീനിയസ് കനാൽസ് വഴിയാണ് ഈ ഒരു വാസോപ്രസ്സസിൽ ഞരമ്പിലൂടെ തന്നെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് രോഗിയിലേക്ക് എത്തിപ്പെടാനായിട്ടും ബാക്കി അല്ലെ രോഗത്തിനോട് പ്രതികരിക്കാനൊക്കെ ആയിട്ട് സാധ്യമാകും. അപ്പൊ ഇതിനൊക്കെയുള്ള സൗകര്യം എന്തിനോടൊപ്പം ഉണ്ടാവും? ഈ ഒരു ലൈഫ് സപ്പോർട്ട് ആംബുലൻസിനോടൊപ്പം ഉണ്ടാവും. ഒപ്പം തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആഡിക്വേറ്റുള്ള സ്റ്റാഫും അല്ലെ മതിയായ സ്റ്റാഫുകളും ഇവരോടൊപ്പം ഈ ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫറോടൊപ്പം തന്നെ ഈ രോഗിയോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക. എന്താണ് വിത്ത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിലാണ്, അതായത് നമ്മൾ അല്ലെ അപകടാവസ്ഥയിലുള്ള പേഷ്യൻസ് ആവുമ്പോഴാണ് ഇത് പ്രധാനമായിട്ടും കൊണ്ടുപോവുക ഇവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പൊ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു endotracheal intubation, cardiac monitoring, defibrillation administration, then എന്താണ് നമ്മുടെ കനാൽസ് അല്ലെ ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കനാൽസ് ഒക്കെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അത് ഓപ്പറേറ്റ് ചെയ്യാൻ, അത് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഒക്കെ ചെയ്യാനായിട്ട് മതിയായ സ്റ്റാഫുകളും അവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് MICU. എന്താണ് MICU എന്ന് പറയുന്നത്? ആരെങ്കിലും കേട്ടക്കഴിഞ്ഞ നേരത്തെ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചിരുന്നോ? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, നോക്കാം. മെഡിക്കൽ ഇന്റൻസീവ് അതില് പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാതിരി തന്നെയാണ് ഉള്ളത്. ഈ സ്റ്റാഫുകളും സംഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. സ്പെഷ്യലിസ്റ്റ് അല്ലെ, സ്പെഷ്യലിസ്റ്റും കൂടി ഈ രോഗം എന്താണ് ആ രോഗത്തിന് സ്പെഷ്യലൈസേഷൻ നടത്തിയിട്ടുള്ള വ്യക്തികൾ അവരും കൂടി ഈ രോഗിയോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് നോക്കാം. ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ വിത്ത് ഓൾ എക്യുപ്മെന്റ്സ് ആൻഡ് സ്റ്റാഫ് ടു ട്രാൻസ്ഫർ പേഷ്യൻസ് ഹു ആർ ക്രിട്ടിക്കലി ഇല്ല. നോക്കാം, ഈ പേഷ്യൻസ് ഒക്കെ ക്രിട്ടിക്കലി ഇല്ലാവുമ്പോൾ ആണ് ഇത്തരത്തിലുള്ള സംവിധാനത്തോട് കൂടിയിട്ട് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത്. ദെൻ എന്താണ് അതിൽ പറയുന്നത്? എന്താ പറയുന്നത്? അല്ലാതെ യൂഷ്വലി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് റിട്രൈവൽ ടീംസ് ഇൻ ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്. നമുക്കറിയാം വികസിത അല്ലെ രാജ്യങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള ആംബുലൻസ് സർവീസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിനോടൊപ്പം മതിയായ സ്പെഷ്യലിസ്റ്റും കൂടി ചേർന്നിട്ടാണ് രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ MICY ഇവിടെ ഒരു U ആണ് കേട്ടോ. ഇവിടെ വൈക്ക് പകരം മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് എന്നാണ് കേട്ടോ. U ആണ്. Then next നമുക്ക് നോക്കാം എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, എയർ ട്രാൻസ്പോർട്ടിൽ നോക്കാം. നമ്മളിപ്പോ മനസ്സിലാക്കി എന്താ പറയാ അല്ലെ, റോഡ് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ലാൻഡ് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള കുറച്ച് സൗകര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എയർ ട്രാൻസ്പോർട്ട് ആണ്. The use of air transport has been increasing. എയർ ട്രാൻസ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ, അത് വായുമാർഗം ഉപയോഗിച്ചിട്ട് എന്താണ് എയറോപ്ലെയിൻ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ മാർഗം ഉപയോഗിച്ചിട്ടാണ് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഇതിലെന്താ പ്രധാനമായിട്ടും പറയുന്നത്? The use of air transport has been increasing in the developed countries because of advantage of swift transport by including specialized medical care.
ഇവിടെ എന്താണ് മെഡിക്കൽ കെയർ കുറച്ചും കൂടി കിട്ടാൻ അല്ലെ, നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗം എന്നോണം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസും അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും അല്ലെ നഴ്സുമാരും എല്ലാം കൂടി ഒന്നിച്ച് സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സൗകര്യമാണ് എയർ ട്രാൻസ്പോർട്ടിൽ ഒരുക്കി കൊടുക്കുന്നത്. Then വീണ്ടും പറയുന്നത് there has been an improved prognosis of patients with trauma, severe myocardial infarctions and severe stroke owing to rapid provision of suitable medical care by the use of air transport. നമുക്ക് പെട്ടെന്ന് അല്ലെ ഭയങ്കര ഒരു ഇഞ്ചുറി, അതായത് ഭയങ്കര എന്തെങ്കിലും ആഘാതങ്ങൾ അല്ലെ, പേഷ്യൻസിന് ഭയങ്കര എന്തെങ്കിലും ഇഞ്ചുറീസ് അത് സിവിയർ ആയിട്ടുള്ള അല്ലെ അതികഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അതേമാതിരി തന്നെ സിവിയർ ആയിട്ടുള്ള മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നെഞ്ചുവേദനയൊക്കെ കൂടുതൽ അതികഠിനമായിട്ടൊക്കെ വരുമ്പോൾ അല്ലെ മൂർധന്യാവസ്ഥയിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പ്ലേസിലേക്ക് എത്തിക്കണം അല്ലെ. അതേമാതിരി തന്നെ സിവിയർ സ്ട്രോക്ക് അല്ലെ, നമ്മൾ ഒരു ഭാഗമൊക്കെ തളർന്ന് പോകുന്ന ഒരവസ്ഥ. then എന്താണ് ഓയിങ് ഓഫ് റാപ്പിഡ് പ്രൊവിഷൻ ഓഫ് സ്യൂട്ടബിൾ മെഡിക്കൽ കെയർ. അവിടെ പ്രധാനമായിട്ടും നമ്മൾ നല്ലൊരു പ്ലേസിലേക്ക് എത്തിപ്പെടണമെന്ന് അല്ലെ, അതാണ് പ്രധാനമായിട്ട് രോഗിക്ക് ഉള്ള ഒരു നല്ല പ്രധാനപ്പെട്ട കടപ്പാട് എന്ന് പറയുന്നത് അവരെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, ആ ഒരു പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇത് വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രധാനമായിട്ടും വലിയ അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം തന്നെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റോടുകൂടി തന്നെ പോകാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കുറച്ച് രോഗാവസ്ഥകൾ പറയുന്നുണ്ട്. എന്താണ് പേഷ്യൻസ് വിത്ത് ട്രൂമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘാതത്തോടു കൂടിയിട്ടുള്ള എന്തെങ്കിലും മുറിവുകളൊക്കെ വരുമ്പോഴല്ലേ, ഒരുപാട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങള്, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഭയങ്കര അതികഠിനമായ നെഞ്ചുവേദനയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് അല്ലെ സിവിയർ സ്ട്രോക്ക് പെട്ടെന്ന് തളർന്ന് അല്ലെ പോകാവുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനുകളില് എന്താണ് പെട്ടെന്ന് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് അല്ലെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ആണ് എയർ ട്രാൻസ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നോക്കാം. അപ്പൊ നമ്മൾക്ക് ജസ്റ്റ് കണ്ടു എയർ ട്രാൻസ്പോർട്ട് എന്താന്നുള്ളത് കണ്ടു. ഇനി ഇത് ഏത് രീതിയിലുള്ള പേഷ്യൻസ്, ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണെന്നുള്ള കണ്ടു. ഇനി പ്രധാനമായിട്ടും അല്ലെ ഇതിന്റെ ഗുണം കിട്ടുന്ന പേഷ്യൻസ് ഏതാണ്? ദ പേഷ്യൻസ് ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദ എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിൽ പ്രധാനമായിട്ടും ഗുണം കിട്ടുന്ന പേഷ്യൻസ് നമ്മളിവിടെ കണ്ടത് തന്നെയാണ്. പേഷ്യൻസ് വിത്ത് സിവിയർ ട്രോമ ആൻഡ് പെനട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്, അതായത് ആഘാതത്തിലുള്ള എന്തെങ്കിലും പരിക്കുകൾ, അതോടൊപ്പം തന്നെ പെനട്രേറ്റിംഗ് ചെസ്റ്റ് എന്ന് വെച്ചാൽ നെഞ്ചിലൊക്കെ എന്തെങ്കിലും കുത്തി തുളച്ച് കയറി അല്ലെ, പെനട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുക, ചെസ്റ്റ് ഇഞ്ചുറീസ് അല്ലെ, ചെസ്റ്റിലേക്കൊക്കെ എന്തെങ്കിലും തുളച്ചു കയറി ഇഞ്ചുറീസ് ഒക്കെ അപകടങ്ങൾ വരുമ്പോൾ, അതേമാതിരി തന്നെ മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, നമുക്കറിയാം നമ്മുടെ അല്ലെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലെല്ലാം എന്തെങ്കിലും ഇഞ്ചുറീസ് വരുമ്പോൾ, ക്രഷ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ചതവുകളൊക്കെ അല്ലെ ഭയങ്കര കൂടിയിട്ട്, അത് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം അല്ലെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളോടുകൂടി നടത്താൻ പറ്റുന്ന ഭാഗങ്ങളിലെല്ലാം എന്തെങ്കിലും ആന്തരികമായ ചതവുകൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സയൻസ്, അതായത് നമ്മള് അദ്ദേഹത്തിന്റെ അല്ലെ പേഷ്യന്റിന്റെ സിഗ്നലുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും കാണിക്കുന്നത് അല്ലെ ചിലപ്പോ ഒക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ബി പി ഹൈ ആവുന്നു, വളരെ കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഷുഗർ ഭയങ്കര ഹൈ കുറഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ എല്ലാം അല്ലെ നമ്മൾ നോക്കുന്ന ഓക്സിജൻ മതിയായ വണ്ണം വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സിഗ്നലുകളെല്ലാം കാണിക്കുമ്പോൾ അല്ലെ ആ സൈനിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്
പ്രധാനമായിട്ട് രോഗിക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം അല്ലെ. അപ്പൊ എയർവേ സൗകര്യങ്ങളൊക്കെ പരിശോധിക്കും എന്നുള്ളതാണ്. എയർവേ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ തയ്യാറാകും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? സിവിയർ ട്രോമ, penetrating chest injuries, multi-system injuries, then crush injuries or patients with the unstable vital signs. The next point പറയുന്നത് patients with acute coronary syndrome in a crucial need of a revascularization procedure. അതായത് എന്താണ് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്? നമ്മൾ ഏതൊരു വ്യക്തിക്കും അല്ലെ നമ്മുടെ ശരിയായ രീതിയിൽ പ്രവർത്തനം വേണം അല്ലെ. ശരീരത്തിന്റെ എല്ലാ ഇതുകളും കൃത്യമായിട്ട് തന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മുടെ കൈ ചലിപ്പിക്കാൻ പറ്റുക, നമുക്ക് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുക, എല്ലാം ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും ആഘാതങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലീഡിങ് വരും, അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ചാലും നമുക്കറിയാം. പിന്നെ അല്ലെ നമുക്ക് ഫ്ലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ രക്തം കട്ട കൂടി പിടിച്ചാലും എന്താണ് മര്യാദയ്ക്ക് എല്ലായിടത്തേക്കും രക്തയോട്ടം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ആ ഭാഗങ്ങളെല്ലാം തളർന്നു പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം അത് തന്നെയാണ് എന്താണ് ഇതിൽ പറയുന്നത്. കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത് രക്തയോട്ടം കുറയുമ്പോൾ ഹൃദയപേശിയുടെ ഒരു ഭാഗം പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. രക്തയോട്ടം കുറയുമ്പോൾ അല്ലെ ഹൃദയത്തിന്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് കൊറോണറി സിൻഡ്രോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് അല്ലെ, അത് രക്തത്തിന്റെ ഫ്ലോ ശരിയാവുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ എന്താണ് ക്രൂഷ്യൽ നീഡ് ഓഫ് റിവാസ്കുലറൈസേഷൻ. എന്താണ് റിവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത്? എന്തെങ്കിലും അല്ലെ ശരീരത്തിന്റെ അവയവത്തിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ വീണ്ടും പുനഃസ്ഥാപിച്ചെടുക്കണമെങ്കിൽ, വീണ്ടും റണ്ണപ്പ് ആവണമെങ്കിൽ അവിടെ ഒരു ശസ്ത്രക്രിയ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളറിയാം നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ റിവാസ്കുലറൈസേഷൻ സർജറീസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടത് കൊണ്ട് എയർവേ ട്രാൻസ്പോർട്ട് മസ്റ്റായിട്ട് നമുക്കറിയാം. ഫിനാൻഷ്യലി സംഭവമുള്ളവരൊക്കെയാണ് അതിനൊക്കെ തുനിയ അല്ലെ. അപ്പൊ അതിന് സൗകര്യമുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ, ഇത്തരത്തിലൊക്കെ ഹൃദയത്തിനും അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായി പോകുന്ന അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയക്ക് ആവശ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും എയർ ട്രാൻസ്പോർട്ട് തന്നെ ഹെൽപ്ഫുൾ തന്നെയാണ്. പിന്നെ എന്താണ് കാർഡിയക് ടെമ്പോണേഡ്. എന്താണ് കാർഡിയക് ടെമ്പോണേഡ് എന്ന് പറയുന്നത്? ഇതേമാതിരി തന്നെയാണ്. അതായത് ഹേർട്ടിന് ചുറ്റും അല്ലെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ദ്രാവകങ്ങളൊക്കെ അടിഞ്ഞുകൂടി അല്ലെ, അങ്ങനെ വരുമ്പോഴും ഹൃദയത്തിന് മതിയായ വണ്ണം സങ്കോചം വികസിക്കാനും ചുരുങ്ങാനും ഒന്നും പറ്റാത്തൊരവസ്ഥ. അപ്പൊ എന്തെങ്കിലും ആ ഒരു എന്താണ് ദ്രാവകങ്ങൾ അതിന്റെ ആ സഞ്ചിയില്, നമ്മുടെ ഹൃദയത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സഞ്ചിയില് പെരികാർഡിയം ദ്രാവകം അടിഞ്ഞു കൂടുന്നത് കൊണ്ട് ഹൃദയത്തിന് നേരാവണ്ണം ചുരുങ്ങാനും വികസിക്കാനും പറ്റാത്ത അവസ്ഥയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഹൃദയത്തിന്റെ പ്രോബ്ലംസ് വരികയും രോഗിക്ക് അപകടാവസ്ഥ എത്താനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസ് കാർഡിയാക് ടെമ്പോണേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാർഡിയാക് ടെമ്പോണേഡ് എന്ന് പറയുമ്പോൾ ഹൃദയം നേരാവണ്ണം വികസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുമ്പോൾ. എന്താണ് ഇത്? ഹീമോഡൈനാമിക് കോംപ്രമൈസ്. അതായത് ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറയുമ്പോഴും ഇതേമാതിരി തന്നെ അല്ലെ, രക്തപ്രവാഹം സാധ്യമാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നേരാവണ്ണ ഞരമ്പുകളിലേക്ക് ഈ രക്തങ്ങൾ ഫ്ലോ ചെയ്യാൻ പറ്റാത്ത അല്ലെ, അതും ഒരു തടസ്സങ്ങളാണെങ്കിലും അതും എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. എന്താണ് നമ്മുടെ ഹൃദയത്തിന് നേരാവണ്ണം ചുരുങ്ങാനും വികസിക്കാനും പറ്റാത്തത്, രക്തയോട്ടം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ഇത് പരിഹാരമുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അല്ലെ ഓരോ ഇതുകള് രക്തയോട്ടം കുറഞ്ഞു പോകുമ്പോൾ ഹൃദയത്തിന്റെ ഒരു ഭാഗം നിലച്ചു പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്താണ് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടി വരുന്നത്. അതിന് പ്രധാനമായിട്ടും എയർ ട്രാൻസ്പോർട്ട് ആണ് ചൂസ് ചെയ്യാറ്. പിന്നെ കാർഡിയോജനിക് ഷോക്ക്, അതായത് ഒത്തിരി അല്ലെ ഭയങ്കര പെയിനൊക്കെ വരുന്ന നെഞ്ചുവേദന സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ നീഡ് ഓഫ് ഇൻട്രാ എലക്ട്രിക് ബലൂൺ പമ്പ് ഓർ അതർ അസിസ്റ്റഡ് ഡിവൈസ്, അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ബലൂൺ പമ്പിന്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെ തന്നെ വേണം അത് പ്രവർത്തിപ്പിക്കാനൊക്കെ. അപ്പൊ അതിനും എന്താണ് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും നല്ല അത് കൈകാര്യം ചെയ്യപ്പെടേണ്ട ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടേണ്ടതാണ്.
അപ്പൊ അതിനൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ എയർവേ ട്രാൻസ്പോർട്ട് കണ്ടെത്തുന്നത്. അത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ഒക്കെ ആണെങ്കിൽ ആ ഒരു എയർവേ ട്രാൻസ്പോർട്ട് തന്നെ എടുത്തിട്ട് അല്ലെ കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തി രോഗിക്ക് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. എന്താണ് പേഷ്യൻസ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെ ഏതെങ്കിലുമൊക്കെ ഓർഗനുകളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാത്തിനും ഇപ്പൊ നൂതന സൗകര്യങ്ങളുണ്ട് അല്ലെ. ഹൃദയം മാറ്റിവെക്കുക, ശസ്ത്രക്രിയ, അത് കരളോ എല്ലാം നമുക്ക് മാറ്റിവെക്കാനുള്ള ഒരു ഇതുകളുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും എത്രയും പെട്ടെന്ന് രോഗിക്ക് അനുസരിച്ചിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു എയർവേ ട്രാൻസ്പോർട്ട് ആണ് ഉപയോഗപ്രദമാകുക. ക്രിട്ടിക്കലി ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്, അതായത് നമ്മൾക്ക് ഏത് തരത്തിലുള്ള പേഷ്യൻസും ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സർജറി ചെയ്ത് പരിഹരിക്കേണ്ടതാണെങ്കിലും അല്ലെ ഏതൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ഹൈ റിസ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും എയർവേ ട്രാൻസ്പോർട്ട് വഴിയായിട്ട് രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് എത്തിക്കേണ്ടതായി. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കുക. ചെറിയ അല്ലെ ഒരുപാട് നമ്മൾ എടുത്തില്ലെങ്കിലും ഓരോ പോയിന്റ്സിനും കുറേശ്ശെ എല്ലാം മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗം പതിയെ പോകാനേ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് നിന്ന് തന്നെ വെക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓഡിറ്റ് നിങ്ങൾക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഓഡിറ്റ് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ്സില് നമുക്ക് അധികം തീർക്കാനില്ല. ചിലപ്പോ ഒന്ന് ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നോക്കാം. നമ്മൾ ശരിക്കും സ്പീഡിൽ തന്നെ എടുത്തു പോകേണ്ടതാണ്, കാരണം കുറച്ച് കവർ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓഡിറ്റും എടുക്കാം, ഇതിന്റെ ബാക്കി എടുക്കാം. ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ് പോലെ തന്നെയുള്ളൊരു ടോപ്പിക്കാണ്, എന്നാലും അത്രയും ലെങ്തി ചാപ്റ്റർ അല്ല. ഓക്കെ, ഇന്നത്തോളം വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്താ നമ്മളുടെ ബോധാവസ്ഥ അല്ലെ, എത്രത്തോളം ബോധം നമുക്ക് തിരിച്ചു, ചിലൊരു ഭയങ്കര പെയിനും അല്ലെങ്കിൽ മെന്റലി ഡിസ്ട്രസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ബഹളം വെക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഭയങ്കര പെയിനുള്ള പേഷ്യൻസ്. അപ്പൊ അവർക്കൊക്കെ സെഡേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സ്കെയിലിൽ വെച്ച് ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷമാണ് അവരുടെ വരാനായിട്ട് അല്ലെ മെഡിസിൻസ് കൊടുക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ അതിനുള്ള സൗകര്യമാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഈ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നുള്ളത് അവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ട് MICU ഇവിടെ ഞാൻ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് എന്നുള്ളത് ഉണ്ട്. ഇവിടെ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ,
മൊബൈൽ ഇന്റൻസീവ് നമ്മൾ ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തില് മൊബൈൽ ഓക്കെ സെഡേറ്റീവ് ഓർ പാലിയേറ്റീവ് ഏജന്റ്. അതെ, നമ്മള് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നുള്ളത് ആ ഒരു ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തില് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെയാണ് അവിടെ പറയുന്നത്. തന്നെ ഇവിടെ നമ്മൾ കണ്ടു അല്ലേ, നമ്മുടെ സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നതിന്റെ ഒരു അനുയോജ്യമായിട്ട് ഉള്ള രീതിയിൽ തന്നെയാണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അതുകൊണ്ടായിരുന്നു മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മോഡ് ഓഫ് ട്രാൻസ്ഫറില്. ദെൻ ഇവിടെ നമ്മൾ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ മെഡിക്കൽ എന്നുള്ള ലേബലിൽ നോക്കുമ്പോൾ അല്ലെ, സ്പെഷ്യലിസ്റ്റുകൾ റിട്രൈവൽ ടീംസ് അതിൽ വരുന്നുണ്ട്. മെഡിക്കൽ ആനുപാതികമായിട്ട് അതിന്റെ മെഡിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ വേ ഓഫ് ട്രാൻസ്പോർട്ട് ആണ് ഇതില് എന്താ പറയുന്നത്, അതില് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് മൊബൈലിൽ സജ്ജീകൃതമായ ഒരു രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, എന്തെങ്കിലും ദുരന്ത നിവാരണ സ്ഥലങ്ങളിലൊക്കെ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് അവിടെ മെഡിക്കൽ കെയർ യൂണിറ്റും എന്നുള്ള മീനില് തന്നെ മീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി ഞാനത് നോട്ട് ചെയ്തിട്ട് നോക്കി ക്ലിയർ ചെയ്ത് തരാം. MICU എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ